നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു നല്ല ദിവസം ഉണ്ടായിട്ടുണ്ട്? എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് പോകുന്നു, നല്ല അടിപൊളി മൂഡാണ്, അതേപോലെ തന്നെ മൈൻഡൊക്കെ ഭയങ്കര ക്ലിയർ ആയിട്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സമയം മുഴുവനായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ടോ? മിക്ക ADHDേഴ്സിനും ഗുഡ് ഡേയ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സസ്പീഷനാണ്. ഈ ഫീൽ എപ്പോൾ പോയി അവസാനിക്കും എന്നുള്ള തോട്ടൊക്കെ വരാൻ തുടങ്ങും. ഒരു നല്ല ദിവസം വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ കാലങ്ങളായിട്ട് ഈ നല്ല സമയം ഒരു വാണിങ്ങും ഇല്ലാതെ ഒറ്റയടിക്ക് ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ. എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ADHD ഉള്ള ആൾക്കാർക്ക് അവരുടെ ഒരു എനർജി ഫോക്കസ് വേവ് പോലെയാണ് വരുന്നത്. ലൈക്ക് അതങ്ങനെ സ്റ്റഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കും. സോ ചില ദിവസങ്ങൾ ചിലതൊക്കെ ക്ലിക്ക് ആവും, ചില ദിവസങ്ങളിൽ ഒന്നും നടക്കും. എത്ര തന്നെ ഹാർഡായിട്ട് ശ്രമിച്ചാലും ദാറ്റ്സ് നോട്ട് ഫുള്ളി ഇൻ യുവർ കൺട്രോൾ. സോ അതിൽ നിന്ന് ബ്രെയിൻ ഒരു പാറ്റേൺ പഠിക്കുകയാണ്. ഗുഡ് ഡേയ്സ് എന്ന് പറയുന്നതൊക്കെ അങ്ങനെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സാധനമൊന്നുമല്ല, ഇപ്പം തീരുമാനമാവും എന്നുള്ളത് ബ്രെയിൻ പഠിക്കുകയാണ്. സോ ആഫ്റ്റർ ഇനഫ് അപ്സ് ആൻഡ് ഡൗൺസ് ആ ഓരോ ഉയർച്ചയും അല്ലെങ്കിൽ ഓരോ അപ്സിനെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തും. സോ അങ്ങനെ ഒരു നല്ല ദിവസം വരുന്ന സമയത്ത് മുഴുവനായിട്ട് അത് എൻജോയ് ചെയ്യില്ല. നമ്മളെന്ത് ചെയ്യും? നമ്മളപ്പോൾ ഒരു നല്ല മൂഡ് വന്ന നല്ല സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ബ്രേസ് ചെയ്ത് റെഡി ആയിട്ടേക്കും. നമ്മളിങ്ങനെ പെസിമിസ്റ്റിക് ആയതുകൊണ്ടൊന്നുമല്ല, ബിക്കോസ് ഒരുപാട് തവണ ഇതുപോലെ ഇങ്ങനെ സർപ്രൈസ് ആയിട്ടുണ്ട്. നല്ല നിലക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാധനം അടിച്ച് നശിച്ച് പോയിട്ടുണ്ട് പലപ്പോഴായിട്ട്. സോ ആ സർപ്രൈസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് ബ്രെയിൻ. ADHD ഉള്ള ആളുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒട്ടും റിലയബിൾ അല്ലാത്തൊരു സാധനമാണ്. ബ്രെയിൻ എല്ലാ ദിവസവും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് തരാത്തതുകൊണ്ട് തന്നെ ഒരു അൺസേഫ് ഫീലിംഗ് ഉണ്ടാവും. ആ അൺസേഫ് ഫീലിങ്ങിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ഈ ഒരു അടുത്ത പണി എന്താ വരാൻ പോകുന്നത് എന്നുള്ളൊരു പേടി ഉണ്ടാകും. നല്ല സാഹചര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഹോപ്പ്, അതായത് പ്രതീക്ഷ എന്ന സാധനത്തിന് നിങ്ങൾ കുറച്ച് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് സെൻസ്.